ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചുരിദാറിന് നെക്ക് തയ്ക്കുക എന്നത് ഫ്രണ്ട് പാർട്ടാണ്. ഇതിന് നെക്ക് തയ്ക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഒരു പ്ലെയിൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രിൻറ്റഡ് വർക്ക് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് പ്ലെയിൻ എടുക്കുന്നത് നല്ലത്. ഇത് ബ്ലൗസിങ്ങിൻ്റെ ഒരു മെറ്റീരിയലാണ്, കോട്ടൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടേക്ക് ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മാറ്റിയിട്ട് നമ്മൾ പ്രിൻ്റ് ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ക്യാൻവാസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് നമ്മൾ പേപ്പർ ക്യാൻവാസ് ആണ്. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്സ് പറയുന്നത്. പേപ്പർ ക്യാൻവാസ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് മീറ്റർ കണക്കിന് നമുക്ക് മേടിക്കാൻ കിട്ടുക. ഇത് മൊത്തം മീറ്റർ കണക്കിനാണ്. ഇതൊരു 10 മീറ്ററോളം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതേപോലെ ഇത് നമ്മുടെ തുണി ക്യാൻവാസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു മെഴുക്ക് പോലെ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു മെഴുക്ക് പോലെയുണ്ട്, ഇവിടെ ഇങ്ങനെ ക്ലോത്താണ്. ഇതിൻ്റെ തന്നെ ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് 2 തരം ഉണ്ട്. ഇത് മാത്രം തന്നെ തുണി ക്യാൻവാസ് 2 തരം ഉണ്ട്. ഇതല്ല, ഇത് മാറ്റി ഇതേപോലത്തെ സംഭവം 2 എണ്ണം ഉണ്ട്. ഒന്ന് നമുക്ക് ചുരിദാർ തയ്ക്കാൻ മാത്രമുള്ള തുണി ക്യാൻവാസ്, ഇനി നമുക്ക് ഷർട്ട് തയ്ക്കാൻ വേറെ തരത്തിലുള്ള തുണി ക്യാൻവാസ് ഉണ്ട്. കുറച്ചും കൂടി ക്വാളിറ്റി കൂടി, ഇതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയുടെ ഇപ്പോൾ റേറ്റ് കൂടുതലാണ്. ഇതിന് റേറ്റ് കൂടുതലാണ്, ഇതിന് റേറ്റ് കുറവാണ് കേട്ടോ. ഇത് മീറ്ററിന് റേറ്റ് കുറവാണ്, ഇത് റേറ്റ് കൂടുതലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇത് വയ്ക്കുമ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന ഡിസൈൻ വെക്കണം. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, ഈ ഒരു പച്ച നരച്ച പോലെയാവുന്ന ഒരു രീതി വരുന്നു. അതുകൊണ്ട് നമ്മളിത് വയ്ക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് അളവെടുത്തിട്ട് നെക്ക് വരയ്ക്കാം. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഇതിന് പ്ലെയിൻ ആകുമ്പോൾ ഇതിലാണ് വരയ്ക്കാൻ എളുപ്പം. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വരയ്ക്കുന്നു. നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ വേണ്ട അളവ് നമ്മൾ ഇതിനകത്ത് ഏകദേശം എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിതിനകത്തൊരു 10-11 നമ്മൾ എടുക്കണം കേട്ടോ. 10 നമുക്ക് വേണ്ട അളവ്. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് ലെങ്ത്ത് വന്നിട്ട് നമ്മളൊരു 12.5 എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടുമ്പോൾ 13 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഒരു 13 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്ത് വന്നിട്ട് 11 ഇഞ്ചും അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ഇതെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നമുക്ക് ലെങ്ത്ത് വന്നിട്ട് 13 ഇഞ്ച് എടുത്തു. 13 ഇഞ്ച് വിഡ്ത്ത് വന്നിട്ട് നമ്മൾ 11 ഇഞ്ച് എടുക്കും. ഓക്കെ, 11 ഇഞ്ച് എടുക്കും. ഇത് 13 ഇഞ്ചുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമുക്ക് ലെങ്ത്. ഇതാണ് 13 ഇഞ്ച് ഇങ്ങോട്ടേക്കാണ്. 13 ഇഞ്ച് കേട്ടോ ഫ്രണ്ട്സ്. 13 ഇഞ്ചിൻ്റെ ഇറക്കാണ് ഇങ്ങോട്ടേക്ക്. ഇത് 13 ഇഞ്ചാണ്. അപ്പോൾ ഇത് 11 ഇഞ്ച്. ഈ കട്ട് ചെയ്തെടുക്കാം.
നീളം നമ്മൾ ഈ ഭാഗം വരുന്നത് നീളം ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചു. ഈ എഴുത്ത് വന്ന ഭാഗം മുകളിലേക്ക് പൊക്കോട്ടെ. നമുക്കത് ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇതാണ് ലെങ്ത്ത്, ഇതാണ് വിഡ്ത്ത്, അതാണ് നീളത്തിൻ്റെ ഈ ഭാഗത്തേക്ക് എടുത്ത് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് കട്ട് ചെയ്ത് പോകുമ്പോൾ ആ വഴി പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. ഇനി നമ്മളിതിനകത്ത് വൈഡ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വൈഡ് കൊടുക്കേണ്ടത് സാധാരണയായിട്ട് 2.5 തൊട്ട് 3.5 വരെയാണ് കൊടുക്കേണ്ടത് ഫ്രണ്ട്സ്. ഓക്കെ, അതിനുള്ളിലാണ് നമ്മൾ ആളുകൾക്ക് എടുക്കേണ്ടത് അളവ്. നോർമലി എല്ലാവർക്കും എടുക്കേണ്ടുന്ന അളവാണ് നമ്മൾ പറഞ്ഞത് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2.5 എടുക്കുന്നത്. അപ്പോൾ നമുക്കത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.25 വരും. നമ്മൾ 2.5 നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ 2.25 വരും. ഓക്കെ, ഇവിടെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് തയ്യൽ കട്ട് ചെയ്ത് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്രത്തോളം വരും ടോട്ടലി. അപ്പോൾ 2.5 എന്നുള്ളത് 2.25 ആകുമ്പോൾ ടോട്ടൽ കിട്ടുന്ന വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 5.5 വരുന്നതോളം നമുക്ക് ഇത്ര വൈഡ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇറക്കം വന്നിട്ട് നമ്മൾ എടുക്കുന്ന അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇഞ്ച് ഇറക്കം എടുക്കുന്നു ഫ്രണ്ട്സ്. 5 ഇഞ്ച് ഇറക്കം നമ്മൾ കഴുത്തിന് എടുക്കുന്നുണ്ട്. ഓക്കെ, 5 ഇഞ്ച് ഇറക്കെടുക്കാം, അല്ലെങ്കിൽ 4.25 ഇഞ്ച് ഇറക്കെടുക്കാം. 4.25 ഇഞ്ച് ഇറക്കെടുത്താൽ മതി. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് താഴത്തേക്ക് സ്ക്വയർ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആവും. നമുക്ക് 5 ഇഞ്ച് ആയതുകൊണ്ട് 2 ഇഞ്ചിൻ്റെ ഒരു 2.25 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ വരച്ചു. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കും. ഓക്കെ, ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും. അതിനുശേഷം നമ്മളതൊരു ഇതുപോലെ ഒന്ന് ഇങ്ങനെ അതിനുശേഷം ഇവിടെ നിങ്ങൾ ആവുന്നതിന് ശേഷം ഇതിങ്ങനെ ആക്കണം. ഓക്കെ, ഇത്തിരി താഴത്തോട്ടും കൂടി ആക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. ഒരു 4 ഇഞ്ച് ക്വാർട്ടറിൽ താഴത്തേക്ക് ഇറക്കിയിരിക്കുമ്പോൾ ഇത് ഒപ്പായിട്ട് വരും. ഇനി നമുക്ക് വേറൊരു രീതി പറയാം. ഇത് പെട്ടെന്ന് അങ്ങോട്ട് സ്ലോപ്പായിട്ട് വരാതിരിക്കാനായിട്ട് ഒരു അടുത്തൊരു ഐഡിയ പറയാം. നമുക്ക് ഈ ഒരു 1/2 ഇഞ്ചസ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ലോപ്പ് കൊടുക്കാം. ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതായത് ഇത്രയും പാർട്ട് നമ്മളിവിടെ നിർത്താം. ഇവിടെ വരെ നിർത്തി വെച്ചു. ഓക്കെ, ഇതവിടേക്ക് മാറ്റി വയ്ക്കും. ഓക്കെ, ഇങ്ങനെ നീക്കി വെച്ചു. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും കഴുത്തിൻ്റെ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ഫ്രണ്ട്സ്. കണ്ടോ, ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ആ വൈഡ് കൂടുതലും കുറവൊന്നും അല്ലാണ്ട് കൃത്യമായി തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ താഴെ ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ചാൽ നിഴലടിച്ച് നരച്ച പോലെയായിട്ട് ഈ ഒരു ഭാഗം നരച്ച പോലെയായിട്ട് വരും. അത് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ നോർമൽ കേസിൽ ഫസ്റ്റ് ടിപ്പ് 3 തരത്തിൽ നമുക്ക് കഴുത്ത് തയ്ക്കാം. ഒന്നാമത്തെ കേസിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ലോപ്പ് വീഴാതിരിക്കുക, വൈഡ് കൂടാതിരിക്കാനും കഴുത്ത് കൃത്യമായ അകലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂത്രം ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരായ ആളുകൾക്കൊക്കെ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിവിടെ വെച്ച ശേഷം ഇങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു പാർട്ടിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഫ്രണ്ട്സ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ വൈഡ് കൂടില്ല, കറക്റ്റായിട്ട് തന്നെ നിൽക്കും. സെൻറ്ററിലായിട്ടാണ് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു സെൻറ്ററിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സെൻറ്ററിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഈക്വലായിട്ട് വരും. പിന്നെ നമ്മൾ തയ്ക്കുന്നത് ഇവിടുന്ന് തയ്ച്ച ശേഷമാണ് ഇത് ശരിയാക്കിയെടുക്കുന്നത്. അടുത്ത കേസിൽ ലൈനിങ് ഇട്ടിട്ടുള്ള ചെയ്യുന്ന രീതിക്കുള്ള ടിപ്പാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ലൈനിങ് ഇടുമ്പോൾ സാധാരണ രീതിയിൽ ഇത് ഫ്രണ്ടിലോട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അല്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ ഫ്രണ്ട്സ്. അല്ലാത്ത രീതിയിൽ ഇതിപ്പോൾ മെയിൻ മെറ്റീരിയൽ ഓക്കെ. ഇത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട് നല്ല വശം, ഇതിൻ്റെ താഴെ നമ്മൾ ലൈനിങ് ഇടും. ഇതേപോലെ തന്നെ നല്ല വശം അതിൻ്റെ താഴെ ഇതിന് ലൈനിങ് ഇടുക ഓക്കെ. ഇതിൻ്റെ താഴെ ഇതിൻ്റെ ലൈനിങ് ഇടുക. ലൈനിങ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം കേട്ടോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം, ക്യാൻവാസ് ഈ ഒരു ക്ലോത്തുമ്മേ ക്യാൻവാസ് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കാണിച്ചൊന്നുമില്ല, 3 തരം ക്യാൻവാസ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചൊന്നുമില്ല. അപ്പോൾ ആ ക്യാൻവാസ് തേച്ച് പിടിപ്പിക്കുക. ഒരു പശയുള്ള ഭാഗം തുണിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്ന ശേഷം തയ്ച്ച് പോവുക. അതിനുശേഷം തയ്ച്ച് അപ്പുറത്തോട്ട് മറിക്കുക. താഴെ അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമായിട്ട് തയ്ച്ച് അപ്പുറത്തോട്ട് മറിക്കുമ്പോൾ ഈ ഒരു ക്ലോത്തും പ്ലസ് അതിൻ്റെ ലൈനിങ്ങും ഇവിടെ താഴെ ഉണ്ടായിരിക്കണം കേട്ടോ ഓക്കെ. അപ്പോൾ ഏറ്റവും 3ാമത്തെ ലെയറായിട്ടാണ് നമ്മുടെ ഈ ഒരു നെക്ക് വന്നെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലൈനിങ് ഇട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഈ ഒരു മെത്തേഡിലല്ല നമ്മളിത് ചെയ്യുന്നത്. ഇതിന് താഴെ ക്യാൻവാസ് ഇടാത്തത് നരച്ച പോലെ ഈ ഒരു പ്രിൻറ്റ് വർക്ക് തോന്നിപ്പിക്കും. ഇത് പ്ലെയിൻ ആയതുകൊണ്ട് നരച്ച പോലെ തോന്നിക്കും. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഇതിങ്ങനെ തിരിച്ചിട്ട ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴുത്തകലം മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മൾക്ക് നിങ്ങളുടെ കയ്യിൽ പിന്നുണ്ടെങ്കിൽ അത് 2 സൈഡിലായിട്ട് ഈക്വലായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ. ഇതേപോലെ ഇവിടെയും പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഈക്വലായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ഇത്തിരി കൊണ്ട് ഇറക്കിയിട്ട് കേട്ടോ, ഇങ്ങനെ ഇത്തിരി കൊണ്ട് ഇറക്കിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്നാക്കി ഈ ഭാഗം കറക്റ്റ് ആക്കിയെടുത്ത് അതിന് ശേഷം ഇതുപോലെ അയൺ ചെയ്യുന്നുള്ളവർക്ക് അയൺ ചെയ്തോളൂ. നമ്മൾ ഈ ഒരു ക്ലോത്ത് അയൺ ചെയ്തെടുത്തതാണ്, ഇതും അയൺ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ അയൺ ചെയ്തിട്ടില്ല എന്ന് മാത്രം, ഫസ്റ്റ്ലി ആദ്യം തന്നെ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ. ഇങ്ങനെ ഇങ്ങനെ വെച്ചു. ഇനി ശേഷം നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് കറക്റ്റ് നെക്ക് ഇങ്ങനെ മലക്കാതിരിക്കാനായിട്ട് അത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ തയ്ക്കുമ്പോൾ ഇതിനകത്തെ കാണികൾ തമ്മിൽ അകലം കുഞ്ഞിതാക്കിയിട്ട് വേണം ഇടാൻ. അപ്പോഴാണ് നെക്ക് തയ്ക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ടിരിക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചെറിയ രീതിയിൽ ഇവിടെ ഫസ്റ്റിൽ കെട്ടിടുക, എൻഡിങ്ങിലും കെട്ടിട്ട് തയ്ക്കുക. തയ്ച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പെർഫെക്റ്റോടുകൂടി നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പേൾസ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പേൾസ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പ്ലെയിൻ ആയതുകൊണ്ട് ഇത് എടുത്ത് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ 2 ലെയറിൽ എടുത്തിട്ട് ഒരു ലെയറിന് 12 രൂപ കേട്ടോ. ഇത് 1/2 മീറ്റർ വരെ ഇല്ല. ഈ ഒരു നീളം വന്നിട്ട് 1/2 മീറ്റർ പോലും ഇല്ല. ഈ ഇതിന് ഒരു ലെയറിന് മാത്രം 12 രൂപയാണ്. 12 × 4, അപ്പോൾ 4 ലെയർ വരുമ്പോൾ × 4 കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് അത്. അപ്പോൾ അത്രയാണ് റേറ്റ് വരുന്നത്. ഒരു ലെയറിനാണ് കേട്ടോ 12 രൂപ. 1 മീറ്റർ ഒന്നുമില്ല, 1/2 മീറ്റർ പോലും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. ഇത് അങ്ങനെയാണ് ഒരു നെക്ക് തയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ലെവലിലാണ് കിട്ടുന്നത്. ഇത് നമ്മൾ ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ ഹെമ്മിങ് ചെയ്യുന്നത്. പിന്നെ അത് തേക്കാം, പക്ഷേ ഇതിവിടെ വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്താണ് തേക്കേണ്ടത്. ഇവിടെ വെച്ചിട്ടാണ് തേക്കേണ്ടത്. അങ്ങനെ അയൺ ചെയ്താലാണ് ഇതൊന്ന് പിടിച്ചു വരുള്ളൂ. പക്ഷേ എത്ര തേച്ചാലും പകുതി ഭാഗം ഒട്ടില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ അത് പിന്നെ മാത്രമല്ല പേളായതുകൊണ്ട് തേക്കുമ്പോൾ കുറച്ച് ടഫ് ആയതുകൊണ്ടും നമ്മളിത് ഹെമ്മിങ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് നമ്മളിങ്ങനെ തുന്നിയെടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് വേണമെങ്കിൽ ഒരു നൂൽക്ക് ഈ ഒരു സൈഡ് ഭാഗം പച്ച ഭാഗം കാണുന്ന രീതിയിൽ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ശേഷം ഇതിങ്ങനെ ഫുൾ കവർ ചെയ്തിട്ട്
ചുറ്റും റൗണ്ട് ചെയ്ത് 2 ലെയറിൽ നമ്മളത് തുന്നിയെടുക്കും. പിന്നെ വേണമെങ്കിൽ ഒരു 3 ഷോ ബട്ടണെങ്കിലും ഇവിടെ വെക്കാം. ഒരു മഞ്ഞ കളറിലുള്ള ഈ ഒരു കളറിനോട് മാച്ചുള്ളൊരു 3 ഷോ ബട്ടണും കൂടി ഇവിടെ വെക്കാം. അപ്പോൾ വേണമെങ്കിൽ സൈഡിൽ ആവശ്യമുള്ളവർക്ക് പോട്ട്ലി ബട്ടൺ വെക്കാവുന്നതാണ് കേട്ടോ. നമ്മളത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.